എന്തുവാ അവിടെ ഇറങ്ങിയോ? അവിടെ ട്രാഫിക് വല്ലതും സിഗ്നലിന്റെ അവിടെ പാർട്ടിയോട് പറഞ്ഞില്ല അവിടെ മതിയെന്ന്. വണ്ടി അവിടെ കൊണ്ടുപോയി ഇച്ചിരി മുന്നോട്ടെടുക്കാൻ പറ.
ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാനാകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം എന്റെ യാത്രയുടെ എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാനാകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. ശുശ്രൂഷ തുടങ്ങാൻ വേണ്ടി ആരും വരാനുണ്ടോ? വരാനുണ്ടോ? അപ്പോൾ പാട്ടിനോട് പാടാം. ആകയാൽ എന്റെ യാത്ര തീരുവാനാകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളെ ഉറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളെ ഉറങ്ങുന്നു അപ്പോഴും രഥത്തിന്റെ ചക്രമോടുന്നു അപ്പോഴും രഥത്തിന്റെ ചക്രമോടുന്നു ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാനാകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തില്
ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവിടെയാക്കിയതിനെ ആശ്വസിക്കും. അവിടത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് കർത്താവ് യേശുവിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് വരുവാനിടയായല്ലോ. കർത്താവയോടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശയോടെ കർത്താവ് പ്രിയപ്പെട്ടവളെ യാത്ര ചെയ്യിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷ ചെയ്യുവാൻ തക്ക നിന്റെ ദാസന്മാരെ അധികാരപ്പെടുത്തണമേ. കർത്താവ് ഒരുപാട് ദുഃഖത്തിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മക്കളെ, കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. കർത്താവ് വലിയ പ്രത്യാശയോടെ കർത്താവ് ഈ അടക്ക ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രത്യാശ ഉളവാക്കും ചില വേദാധ്യായങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവദാസന്മാർ. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ഇതിന്റെ 3 വാക്യങ്ങൾ വെച്ച് എല്ലാ ദൈവദാസന്മാരും അത് സഹകരിക്കണം. ഈ നാം തോന്നുന്നു അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 12 മുതൽ 19 വരെയും അതിന് ശേഷമായിട്ട് 20 മുതൽ 28 വരെയും അതിനുശേഷം 35 മുതൽ 58 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഉയർത്തുന്നത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാവങ്ങളിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരുന്ന ശിശുപോയി നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരില്ലാത്ത ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനം മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിന് എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താതാന്റെ നിലയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനോടവർ തന്റെ ഫലമെങ്കിൽ പിന്നെ അവസാനം എന്ന് അവനെല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയുടെ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവനൊഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവനെങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മറുമണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്ര തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചയുടെ പുനരുദ്ധാനവണ്ണം തന്നെ ജലത്തിൽ വിതയ്ക്കപ്പെടുന്നു, അതിരവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. ബലഹീനത്തിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തി ഉയർക്കുന്നു. പ്രാഗൈശ്വര്യം വിതയ്ക്കപ്പെടുന്നു, ആത്മീയശ്വര്യം ഉയർക്കുന്നു. പ്രാഗൈശ്വര്യം ഉണ്ടെങ്കിൽ ആത്മീയശ്വര്യമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല. പ്രാകൃതമത്ര ഒന്നാമത്തേത്, ആത്മീകം ഭിന്നത്വത്തിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നോ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദേവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് ദ്രുതത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് ദ്രുതത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ
കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ദാസൻ ചോദിച്ചാൽ വാക്കുകൾ പറഞ്ഞിട്ട് കർത്താവിന്റെ വലിയ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 86 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിന്റെ സമയത്ത് ലോകത്തോട് യാത്ര പറഞ്ഞ് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലെത്തിരിക്കുന്ന പ്രിയമതാവിന്റെ ശരീരം അവർ സംസ്കരിക്കുന്നത് പ്രത്യാശയോടുകൂടിയാണ്. കർത്താവേശ്വര രക്ഷകനായി സ്വീകരിച്ച് കർത്താവ് വരപ്രകാരം സ്നാനമേറ്റ് ശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സോടും ജീവിച്ചതായ ഈ പ്രിയമതാവ് ദൈവത്തെ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് താൻ ഗംഭീരാത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ചരിത്രം ഉയർത്തിരുന്നേക്കും ആ പ്രത്യാശയെ കുറിക്കുന്നതായ ഒരു വേദഭാഗം ഇപ്പോൾ വായിക്കും. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഇനി മനുഷ്യരെയും കാണുമാറുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇല്ലെങ്കിൽ മുഖം മൂടാം. ഈ പെട്ടിയുടെ പടിയൊക്കെ കാണാനുണ്ടോ? ക്രിസ്ത്യനിൽ നിദ്രാകൊണ്ടൊരു ക്രിസ്തൻ ശോഭതാരിപ്പാനുയരുതാ ഭക്തർ കാണാനുണ്ടെങ്കിൽ അവർ കാണാൻ സമയമാണ്. പേർവിളിക്കും നേരം കാണുമെന്തേരു പേർവിളിക്കും നേരം കാണൂ പേർവിളിക്കും നേരം കൂടുതൽ പിന്നാണ് നേരം കാണൂ പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എന്റെ ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭതാരിപ്പാനുയർത്തുതാ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കുടിരുമ്പോ പേർവിളിക്കും നേരം കാണും എമ്പേരൂ പേർവിളിക്കും നേരം കാണൂ പേർവിളിക്കും നേരം കാണൂ പേർവിളിക്കും നേരം കാണൂ പേർവിളിക്കും നേരം കാണൂ എന്തേരൂ. സോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കുന്ന നിദ്രയോടനെ കുറിച്ച് അറിവില്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചിരിക്കുകയും നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രയുടെയും യേശു മാത്രം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യേക ജീവനോട് നാം നിദ്രയുണ്ടാർക്ക് മുമ്പാകയില്ലെന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങൾ പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാട് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് നാം അവിടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പുനരുത്ഥാനവും ജീവനുമാകുന്ന ഞങ്ങളുടെ വാഴ്ചപ്പെട്ട തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ലാസന കല്ലറയ്ക്കൽ ചെന്ന് ദുഃഖിച്ചിരിക്കുന്നവരോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാൽ ജീവിക്കുന്നുള്ളതായ വാഗ്ദത്തം നൽകി മരണശേഷമുള്ളതായ പുനരുത്ഥാനത്തിന് പ്രത്യാശ നൽകിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. റോമാ ഗവൺമെന്റ് പേരിൽ മുദ്രയപ്പെട്ടതായ അരിമത്തെ യോസഫിന്റെ കല്ലറയെ താവേ അവിടുന്ന് അതിജീവിച്ച് മരണത്തെ ജയിച്ച് പതാളത്തിന്റെ മരണത്തിനെയും താക്കോൽ കൈവശമാക്കി ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളിന്ന് വായിച്ചു കേട്ടതുപോലെ അങ്ങനെ ഉയർപ്പിന്റെ പങ്കാളിത്തം
നിന്റെ ജനത്തിൽ നൽകിയിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. 86 വർഷക്കാലം ഭൂമിയിൽ ജീവിക്കുവാൻ ഈ പ്രിയ മാതാവിന് കൊടുത്ത അവസരത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുവാൻ കൊടുത്ത അവസരത്തിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അധ്യാപിക നിലയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുവാൻ കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മക്കളെ നൽകി, കൊച്ചുമക്കളെ നൽകി, അവരുടെ എല്ലാ നന്മകളും കാണുവാൻ, അനുഭവിക്കുവാൻ, അവരെയൊക്കെ ശിക്ഷണത്തെ വളർത്തുവാൻ എന്റെ മകൾ കൊടുത്തതായ നല്ല അവസരത്തിനായി കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ആയുസിന്റെ അവസാന ഘട്ടത്തിൽ ചില കഷ്ടതകളിൽ കൂടി കടന്നുപോയെങ്കിലും പ്രത്യാശ കൈവിട്ടു പോകാതെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് പ്രത്യാശയിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കിയതിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ സമയത്ത് ഇത് മകളെ എന്റെ സന്നിധിയിലേക്ക് വിളിച്ചേർത്തതിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, രക്ഷകനായി സ്വീകരിച്ച് പിതാവിന്റെ പുത്രനാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവായ യേശു ശരീരരക്തങ്ങളെ അനുഭവിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റനാശാശോട് ജീവിച്ചതായ ഈ പ്രിയ മാതാവിന്റെ ആത്മാവിന് മാത്രമാണ് ശരീരത്തിനും പ്രത്യാശയുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവതാൻ ഗംഭീരാനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മറ്റൊന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ പ്രിയ മാതാവും ശരീരത്തോടുകൂടി തേജസ്സോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നുള്ളതായ പ്രത്യാശയാൽ നിറഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൊടി കൊണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് ചേരുവാൻ ഞങ്ങൾ ഈ മറുശരീരത്തെ ഇവിടെ സംസ്കരിക്കുന്നു. പ്രിയമാതാവിന്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും പുനരുത്ഥാനത്തിന് പ്രത്യാശയാൽ ആശ്വസിപ്പിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തന്നെ കർത്താവുദാൻ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാ മാത്രയിൽ പിടിക്കാത്തൂരില്ല കയറ് പിടിക്കാത്തൂര് അപ്പുറത്തെ കയറ് പിടിക്കാത്തൂര് ഒരെണ്ണത്തിന് ലോക്കില്ലല്ലോ പിടിക്കാത്തത് സന്തോഷം പ്രാപിക്കും
മനസ്സിലുള്ള പിതാവും സർവാശ്വാസങ്ങളുടെയും ദൈവമായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവ് 86 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചു. താൻ പ്രത്യാശ വെച്ച കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ചേർക്കപ്പെടുന്നതിനിടയായി കർത്താവെ, തന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിലെ ശുശ്രൂഷകളെല്ലാം ഇത്രത്തോളം അനുഗ്രഹമായി നടത്തിയതിനായി സ്തോത്രം. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഈ സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷ അനുഗ്രഹമാക്കി അവിടുത്തെ അഭിഷക്തന്മാരെ ദൈവം ബലപ്പെടുത്തിയതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. വാത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, മക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവം ആശ്വസിപ്പിച്ച് ദിവ്യ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കേണ്ടതിന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യാമേൻ. അവിടുന്ന് ഇത്രത്തോളം സഹായിച്ചല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചൊരു മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ആ സമയത്ത് ഈ വാത്സല്യ മാതാവും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഈ സെമിത്തേരിയിൽ നിന്ന് യാത്രയാകുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ടാകും. എല്ലാവരെയും ആശ്വസിപ്പിക്കും, കൃപയിൽ മറയ്ക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പുനരുത്ഥാനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും നാം ഏവരോടും കൂടി ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു പോലും നൽകിയ ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ചായ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കുടിച്ച ശേഷം പോകാവൂ. ഒരു കാര്യം ഓർപ്പിക്കുന്നു, കുടിക്കുന്ന കപ്പ് നിങ്ങൾ റോഡിൽ അടുത്ത് തന്നെ സ്ഥലത്ത് വെക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും ഉണ്ടായിരിക്കണം. റോഡ് ബ്ലോക്ക് ചെയ്യാതെ വേണം നിങ്ങൾ വാഹനമായിട്ട് പോവാൻ ഓർപ്പിക്കുന്നു. സോമൻ കയറുണ്ടോ? ഊക്കെ പിടിച്ചാൽ മതി. ഇവിടുത്തെ കഴിഞ്ഞല്ലേ വരില്ലേ? അടിയിലത്തെ ആദ്യം